പ്രിയ സ്നേഹിതരെ, നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കാത്ത പല കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും സമ്മതിക്കുന്നു. ഒരു വിത്ത് മണ്ണിൽ കുഴിച്ചിട്ടാൽ അത് കിളിർത്തു വരേണ്ടത് അതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്ന ആ വിത്തിൻ്റെ ചില ഗുണങ്ങൾ, ചില കഴിവുകൾ, അനുകൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ ആ കഴിവുകൾ അത് പ്രകടിപ്പിക്കുന്നു. അതിൽ നിന്നൊരു കിളിർപ്പ് പൊട്ടി പുറത്തേക്ക് വരുന്നു. അത് മണ്ണിന് പുറത്തേക്ക് വരികയും തണ്ടും ഇലയും ഒക്കെ ഉണ്ടായി വരുവാൻ അത് ഇടയാക്കുന്നു. നമ്മൾ വിതയ്ക്കുന്നത് ഒരു ചെറിയ വിത്ത്, നെൽമണിയുടെ വിത്തായിരിക്കും. എന്നാൽ ആ നെല്ലിൻ്റെ ചെടി മുകളിലേക്ക് വളർന്നു വരുന്നത് കണ്ടാൽ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റുകയില്ല ആ നെൽമണിക്കകത്ത് ഈ ചെടി ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഭൂമിയിലുള്ള ഓരോ വസ്തുവും അത് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് പ്രകൃതിയിൽ ദൈവം വെച്ചിരിക്കുന്ന നിയമങ്ങളാണ്. അപ്പോൾ ഒരു വിത്ത് പാകിയാൽ അതിലൂടെ ഒരു വലിയൊരു വൃക്ഷം അല്ലെങ്കിൽ ഒരു സസ്യം വളർന്നു വരാൻ ഒരു നിയമം, പ്രകൃതിയുടെ ഒരു നിയമം അതിന് ദൈവം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ജീവി ഉണ്ടായി വരിക, ഇനി മുട്ടയിൽ നിന്ന് വിരിഞ്ഞു വരിക, അല്ലെങ്കിൽ ഒരു ജീവി മറ്റൊരു ജീവിയെ പ്രസവിക്കുക, ഇനി അത് പ്രസവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനു വേണ്ട ഭക്ഷണം, അതിനു വേണ്ട സംരക്ഷണം ഒക്കെ കൊടുക്കുക എന്നുള്ളത് പ്രകൃതിയിൽ ദൈവം വച്ചിരിക്കുന്ന നിയമങ്ങളാണ്. അങ്ങനെയെങ്കിൽ നമ്മളുടെ ജീവിതം ഒന്ന് എടുത്തു നോക്കിയേ. നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ജീവിയാണ് എന്ന് അവകാശപ്പെടുമ്പോഴും നമ്മൾ എത്ര ബലഹീനരാണ്, എത്ര കഴിവ് കുറഞ്ഞവരാണ്. പിന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന മിതമായ കഴിവിനെ നമ്മൾ വളരുന്നതനുസരിച്ച് അതിനെ പരിശീലിപ്പിച്ച്, അതിനെ ഉപയോഗിച്ച്, അതിനെ അഭ്യസിപ്പിച്ച് നാം പല കാര്യങ്ങൾ അറിവ് സമ്പാദിച്ച് പല കാര്യങ്ങൾ നേടിയെടുക്കുവാൻ നമ്മൾ അധ്വാനിക്കുന്നു, പരിശ്രമിക്കുന്നു. അതിനുള്ള കഴിവ് ദൈനംദിന പ്രവർത്തനങ്ങളുടെ പരിശീലനങ്ങളിലൂടെ നമ്മൾ സിദ്ധിച്ചു വരുന്നു. എല്ലാ ജീവികൾക്കും അത് നിലനിൽക്കുവാൻ, ജീവിച്ചിരിക്കാൻ വേണ്ട അത്യധികമായ പരിശ്രമം ധാരാളമായി അത് നടത്തുന്നുണ്ട് ജീവിച്ചിരിക്കാൻ വേണ്ടി. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതം? ജനിച്ച അന്ന് മുതൽ ഞാൻ എൻ്റെ പരിശ്രമം കൊണ്ട് വളർന്നു, വലുതായി, ബുദ്ധി പ്രാപിച്ചു, അറിവ് പ്രാപിച്ചു എന്ന് പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ടോ? അതോ ചില കാര്യങ്ങൾ നമ്മളെ കൊണ്ട് മാത്രം സാധിക്കും, ആരുടെയും സഹായം വേണ്ട എന്ന് ചിന്തിക്കുകയാണോ? സ്നേഹിതരെ, ദൈവം എന്നൊരു ശക്തി, ദൈവം എന്നൊരു വിഷയം നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ് എന്ന് ഏത് രീതിയിൽ ചിന്തിച്ചാലും സമ്മതിക്കുകയല്ലാതെ വേറൊരു മാർഗമില്ല. അങ്ങനെയെങ്കിൽ ഈ ദൈവത്തെ എനിക്ക് വേണം. സർവത്തെയും നിയന്ത്രിക്കുന്ന, സകലത്തിന്മേൽ അധികാരമുള്ള ദൈവത്തെ എനിക്ക് വേണം. ആ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്നതാണ് എനിക്ക് ശുഭകരമായത് എന്ന് അംഗീകരിക്കുന്ന ഏതൊരു വ്യക്തിയെയും സ്നേഹിക്കുകയും കരുതുകയും നടത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്ന, സൗഖ്യമാക്കുന്ന, വിടുവിക്കുന്ന, സൂക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ദൈവമേ, അങ്ങയ്ക്ക് വേണ്ടി ജീവിപ്പാൻ, അങ്ങ് പറയുന്നത് പോലെ ജീവിക്കുവാൻ, അങ്ങ് എന്നെക്കുറിച്ച് എന്താണവോ ഉദ്ദേശിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ചത് അത് സാധിപ്പിച്ചെടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ പറയണം. നമ്മളെല്ലാവരും പറയണം. അങ്ങനെ ഒരു അധികാരസ്ഥന്റെ കൈക്കീഴിൽ ഒരു ഇണങ്ങിയ ആയുധമായി, ഉപകരണമായി നാം ആകുമെങ്കിൽ ആ അധികാരസ്ഥൻ എന്ത് ചെയ്യും? നമ്മെ എടുത്തുപയോഗിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, എന്നെ ദൈവം സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കിയപ്പോൾ അതിൻ്റെ ഉദ്ദേശം എനിക്കറിയില്ലല്ലോ. പിന്നെങ്ങനെയാണ് ഞാൻ
അത് നിവർത്തിച്ചെടുക്കുക, എൻ്റെ ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാൻ എനിക്ക് കഴിയും എന്ന് പറയുന്ന വാക്കുകൾ പലരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ അറിവിൽ വ്യക്തമായി ദൈവത്തിൻ്റെ ഉദ്ദേശം മനസ്സിലാകുന്നില്ല എങ്കിൽ എന്ത് ചെയ്യാം? ഒരു വാഹനം ഓടിക്കുന്ന ആളുടെ നിയന്ത്രണത്തിൽ വാഹനം നിൽക്കേണ്ടതിന് വേണ്ടി ആ ഡ്രൈവർ എങ്ങനെ സ്റ്റിയറിങ്ങും പെഡലും ബ്രേക്കും ആക്സിലേറ്ററും ഗിയറും ഒക്കെ ഉപയോഗിക്കുന്നുവോ അങ്ങനെ നമുക്ക് ദൈവത്തോട് പറയാം, ദൈവമേ, അങ്ങ് എൻ്റെ ഡ്രൈവറായി, ഞാൻ അങ്ങയുടെ ഒരു വാഹനം, ഒരു ഉപകരണം പോലെ ഞാൻ ആയിരിക്കാം. എങ്ങനെയാണ് അങ്ങ് എന്നെ നടത്തേണ്ടത്? ഞാൻ എവിടെ താമസിക്കണം? എന്ത് ജോലി ചെയ്യണം? എങ്ങനെ കുടുംബജീവിതം നയിക്കണം? എൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം? എൻ്റെ മാതാപിതാക്കളെ ഞാൻ എങ്ങനെ പരിപാലിക്കണം എന്നൊക്കെ ദൈവത്തോട് ചോദിക്കുക. സകലവും അറിയുന്ന സർവജ്ഞാനിയായ ദൈവം അതിന് മുഖാന്തരങ്ങൾ, വഴികളൊക്കെ ഒരുക്കി തരും എന്നുള്ളത് നാം അറിയുന്നത് നല്ലതാണ്.